നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു രാജാവിന്റെ കഥ തന്നെ പറയാം. ആ രാജാവ് വാണ ദേശത്ത് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യാനോ വേട്ടയ്ക്കു പോകാനോ ജനങ്ങളെ കൊള്ളയടിച്ച് ഖജനാവില് നികുതിപ്പണം നിറയ്ക്കാനോ ഈ രാജാവിന് അശേഷം താല്പര്യമില്ലായിരുന്നു. സാഹോദര്യമായിരുന്നു രാജാവിന്റെ മതം. പ്രജകളുടെ ഐശ്വര്യവും സമാധാനവുമായിരുന്നു ഏക ലക്ഷ്യവും. പക്ഷേ എന്താ അമ്മേ, ആ നല്ലവനായ രാജാവിന് പിന്നെന്ത് പറ്റി? രാജകുമാരിക്ക് വരനെ തിരഞ്ഞെടുത്തപ്പോ മാത്രം ആ രാജാവിന് തെറ്റുപറ്റിപ്പോയി. രാജവെമ്പാലേക്കാൾ വിഷമുള്ള ഒരു ഘോര സർപ്പമായിരുന്നു രാജകുമാരനായി വേഷം കെട്ടി വന്ന് രാജകുമാരിയെ വരിച്ചത്. അവന്റെ ചതിയിൽ ആദ്യം രാജാവ് കൊല്ലപ്പെട്ടു. പിന്നാലെ ആ രാജകുമാരിയും. അയ്യോ, ഈ കഥ കൊള്ളില്ലല്ലോ. അതെന്താ? നല്ല കഥയാണെങ്കിൽ രാജാവ് ജയിക്കണം. ആ ചീത്ത രാജകുമാരനെ കൊല്ലണമായിരുന്നു രാജാവ്. ജീവിതം അങ്ങനെയൊക്കെ ആച്ചു. നല്ല മനുഷ്യര് എപ്പോഴും ജയിക്കണമെന്നില്ല. ഇത് കൂടെ കഴിക്കേ. വേണ്ട, കഴിക്കില്ല. പൊട്ട കഥയും പറഞ്ഞ എന്നെ പറ്റിച്ചില്ലേ? അച്ചു, അച്ചുടാ, ദേ അച്ചു, നിക്കട അവിടെ. കള്ളന്മാരൊക്കെ വെള്ളം മുണ്ടുകൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. കലികാലം തന്നെ. ഇവന്റെ തലക്കിട്ടൊന്നും കൊടുക്കണമെങ്കിൽ ഏണി ചാരി വെച്ച് കയറണമല്ലോ ഭഗവാനെ. ഷോ വീട്ടിന്റെ ഫ്രണ്ട് ഒളിച്ചു നോക്കുന്ന ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കനാ? എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? ഞാനൊരു കുഴപ്പത്തിന് വന്നതല്ല. കള്ളനല്ലടാ. പതിക്ക് നിന്ന് ആരും ഇല്ലെന്ന് കാണുമ്പോ ഓട്ടിക്കല്ലടാ നിന്റെ പണി. എന്നെ വിടാൻ വിടാനല്ലേ പറഞ്ഞു. എന്നെ വിട്. ആരാത്? ആരാത്? അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.